ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ട്രഷർ ഹണ്ടിങ് വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു കിടിലൻ ഫാന്റസി മൂവിയാണ്. മൂവിയുടെ പേര് ടോം മേക്കിംഗ് നോട്ട്സ് എന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പുതിയൊരു ഗെയിം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അടുത്ത വീക്ക് വരെ അതിന് ആൻസർ ചെയ്യാനായിട്ടുള്ള സമയമുണ്ട്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ റീസെന്റ് ഇട്ടിട്ടുള്ള ഒരു വീഡിയോയുടെ ഉള്ളിൽ ഒരു മലയാള സിനിമയുടെ സ്ക്രീൻഷോട്ട് ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കമന്റ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ അത് ഏത് സിനിമയിലുള്ള സീനാണെന്ന് ഒന്ന് കമന്റ് ചെയ്ത് വെക്കുക. ശരിയായിട്ടുള്ള ഉത്തരം അയക്കുന്നവരിൽ നിന്നും ഞാൻ ഒരാളെ തിരഞ്ഞെടുത്തിട്ട് ഒരു ഗിഫ്റ്റ് അയക്കുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഹൈപ്പൊക്കെ തരാനും മറക്കണ്ട കേട്ടോ. അപ്പൊ എങ്ങനെയാ, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തു വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. സിനിമയുടെ തുടക്കത്തിൽ തന്നെ രണ്ടാളുകൾ ഒരു കാട്ടിലൂടെ അങ്ങനെ പേടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊരാൾ പറയുന്നുണ്ട്, എടാ എനിക്കെന്തോ പേടിയാവുന്നുണ്ട്, നമുക്ക് തിരിച്ചു പോയാലോ? നീ ഒന്നും മിണ്ടാതിരിക്കേ, ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഇവിടെ വരെ വന്നത് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണോ? നമ്മളുടെ ഈ ഒരു പ്ലാൻ എങ്ങാനും വർക്കൗട്ട് ആയിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പണക്കാര് നമ്മളായിരിക്കും. ആ കൊള്ളക്കാരുടെ കൂട്ടത്തിലുള്ള യോങ്ങിലെ അവൻ ഇടയ്ക്കിടയ്ക്ക് ഈ മലയിലേക്ക് വന്നു പോകുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ വന്നു പോകുന്ന സമയത്തൊക്കെ അവന്റെ കയ്യിൽ ഒരുപാട് സ്വർണവും വൈരവും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ ആ ഒരു മന്ത്രവാദിനിയുടെ കല്ലറ അത് അവിടെ തന്നെയാണ് ഉണ്ടാവുക. നമ്മളിപ്പോ അങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ കുറച്ചു ദൂരം യാത്ര ചെയ്തിട്ട് ഇവൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു കല്ലറ കണ്ടുപിടിക്കുന്നുണ്ട്. കല്ലറ തുറന്നു നോക്കുന്ന സമയത്ത് അതിനുള്ളില് ആ മന്ത്രവാദിനിയുടെ ശരീരം ഉണ്ടായിരുന്നു. ആ പെട്ടിയിൽ ഇവർ വിചാരിച്ചിട്ടുള്ളതുപോലെ ഒരുപാട് സ്വർണ്ണ നാണയങ്ങളും രത്നങ്ങൾ പതിപ്പിച്ചിട്ടുള്ള ഒരുപാട് ആഭരണങ്ങളും ഉണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമാവുകയാണ്. ഇതിനിടയിൽ പേടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഒരുത്തം വന്നിട്ടുണ്ടായിരുന്നില്ലേ, അവൻ പെട്ടെന്ന് കത്തിയെടുത്തിട്ട് ഇവന്റെ കൂടെ വന്നിട്ടുള്ള അവന്റെ ഫ്രണ്ടിനെ കുത്തി കൊല്ലുകയാണ്. ഇനി ഇത് മുഴുവനും എനിക്ക് സ്വന്തമാണ് എന്നിങ്ങനെ അവൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഈ ഒരു സമയത്താണ് പെട്ടിയിൽ കിടക്കുന്നുണ്ടായിരുന്ന ആ ഒരു മന്ത്രവാദിനെ അവൻ ശരിക്കും കാണുന്നത്. അവനിപ്പോ അവളുടെ ശരീരത്തിലേക്ക് വല്ലാതെ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ദേഷ്യം വന്നിട്ടുള്ള മന്ത്രവാദിനി പെട്ടെന്ന് കണ്ണു തുറക്കുന്നുണ്ട്. ഇവൻ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ മന്ത്രവാദിനെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അവൾ എവിടെ പോയിന്നൊക്കെ അവൻ ചുറ്റും നോക്കുന്നുണ്ട്. പെട്ടെന്ന് മന്ത്രവാദിനി ഒരു നരിയായി മാറിയിട്ട് ഇവന്റെ കഴുത്ത് കടിച്ചു മുറിച്ചിട്ട് ആ ഒരു രക്തം ഇങ്ങനെ കുടിക്കുന്നുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ ഈ മന്ത്രവാദിനെ പിടിച്ചു കെട്ടാനായിട്ട് ശ്രമിക്കുകയാണ്. മന്ത്രവാദിനിയായിട്ട് അവൻ ഭയങ്കരമായിട്ട് അവിടുന്ന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫൈറ്റിന്റെ അവസാനം ചുമന്ന പട്ട് വെച്ചിട്ട് ആ വിച്ചിന്റെ ശരീരം മുഴുവനും അവൻ വരിഞ്ഞു മുറുക്കുകയാണ്. അങ്ങനെ അതിനെ അവൻ പിടിച്ചു കെട്ടി വീണ്ടും ആ ഒരു പെട്ടിയിൽ തന്നെ അടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ആ വിച്ചിനെ നമ്മുടെ ഹീറോ പിടിച്ചിട്ടുള്ളത്. എന്നിങ്ങനെ ഹീറോയുടെ ഫ്രണ്ട് ഇപ്പോ ഇവര് കൊള്ളക്കാരുടെ ആ ഒരു മാർക്കറ്റിൽ ഇരുന്നിട്ട് നമ്മുടെ ഹീറോ ചെയ്തിട്ടുള്ള വീരസാഹസികമായിട്ടുള്ള ആ ഒരു കഥകൾ അങ്ങനെ തള്ളി മറിക്കുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവൻ ആരാ, അവനെ ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇപ്പോ ഹീറോയുടെ ഫ്രണ്ട് സൈഡിലേക്ക് കൈ ചൂണ്ടിക്കാണിക്കുകയാണ്. നോക്കുമ്പോ നമ്മുടെ ഹീറോ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. മാസമായിട്ട് നടന്നു വരുന്നതിന്റെ ഇടയിൽ ആശൻ കാല് തെറ്റി വീഴുന്നുണ്ട്. തൊട്ടടുത്ത് നിൽക്കുന്നുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടിയുടെ മേത്തേക്ക് അവനിപ്പോ പിടിക്കുകയാണ്. എന്നാൽ അവളുടെ കണ്ണ് ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഒരു പച്ച കളറിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഹീറോ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. ഇവളാണ് നമ്മുടെ ഈ ഒരു കഥയിലെ നായിക. അവളോടൊന്ന് പോയ ഉടനെ തന്നെ ഹീറോയുടെ ഫ്രണ്ട് അവനെ പറ്റിയിട്ട് അവിടെ കിടന്ന് തള്ളി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ഫ്രണ്ടിന് പ്രേതങ്ങളെ കാണാൻ പറ്റുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള കണ്ണുണ്ട്. അത് മാത്രമല്ല ആർക്കും തുറക്കാൻ പറ്റാത്ത നിധികൾ നിറഞ്ഞിട്ടുള്ള ശവപ്പെട്ടികള് ഇവൻ വളരെ ഈസി ആയിട്ട് തന്നെ തുറന്നു തരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള സർവീസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പൈസ തന്നാൽ മതി, ഞങ്ങൾ വന്ന് ചെയ്തു തരാം എന്നൊക്കെ ഇപ്പോൾ വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പോൾ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നും ഒരാൾ പുറത്തേക്ക് വരാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ശവപ്പെട്ടി നമ്മുടെ കയ്യിലുണ്ട്, അതൊന്ന് തുറന്നു തരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന പൈസ ഞാൻ തരാം, എന്റെ കൂടെ വാന്ന് പറയാണ്. ഹീറോയുടെ ഫ്രണ്ട് അവനെ നമുക്ക് തൽക്കാലം വാങ്ങെന്ന് വിളിക്കാം. ഇത് കിട്ടിഞ്ഞപ്പോ വാങ്ങു പറയാണ്. അതിനെന്താ, ആ ഒരു പെട്ടിയോടെ, ഞങ്ങൾ അങ്ങോട്ടേക്ക് വരികയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അയാളിപ്പോ ഹീറോയും കൂട്ടിയിട്ട് ഇവർ പറഞ്ഞിട്ടുള്ള ആ ഒരു പെട്ടിയുടെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട്. എന്നാൽ പെട്ടി പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പൂട്ട് കണ്ടു കഴിഞ്ഞപ്പോ ഹീറോ ഞെട്ടാണ്. ഈ പെട്ടി തുറന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും പണി കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനിത് തുറക്കില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ ഇപ്പോ അവിടുന്ന് പോവാൻ നിൽക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന കൊള്ളക്കാര് നമ്മുടെ വാങ്ങിന്റെ കഴുത്തിലേക്ക് എന്നെ കത്തി വെക്കുകയാണ്. മര്യാദയ്ക്ക് ആ ഒരു പെട്ടി തുറന്നോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവനെ ഇവിടെ വെച്ചിട്ട് എന്നെ കൊന്നുകളയെന്ന് പറയാണ്. ഹീറോയ്ക്ക് വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ അവനിപ്പോ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന ഗോൾഡൻ കോമ്പസ് അവൻ പുറത്തെടുക്കുകയാണ്. ഈ കോമ്പസ് ആണെങ്കിൽ പെട്ടിയുടെ അടുത്ത് വെച്ച സമയത്ത് തന്നെ അത് ഭയങ്കരമായിട്ട് കിടന്നിങ്ങനെ കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിനുള്ളിൽ എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടെന്നുള്ളത് ഹീറോയ്ക്ക് മനസ്സിലാവാണ്. ആ ഒരു കാര്യമൊക്കെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ആളുകളോട് അവൻ കുറെ പറഞ്ഞു നോക്കുന്നുണ്ട്. എന്നാൽ ആരും തന്നെ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. മര്യാദയ്ക്ക് ആ ഒരു പെട്ടി തുറക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാരിപ്പോ അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ഹീറോ അവന്റെ മാസ്റ്റർ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ട് അവസാനം പെട്ടി തുറന്നിട്ടുണ്ട്. എല്ലാ ആണുങ്ങളും കൂടിയിട്ട് പെട്ടിയുടെ അടുത്തേക്ക് ഓടി വരികയാണ്. ഇതിനകത്ത് കുറെ വർഷങ്ങൾക്ക് മുന്നേ മരിച്ചു പോയിട്ടുള്ള ഒരാളുടെ അസ്ഥികൂടം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും തലയ്ക്ക് കൈ കൊടുത്ത് നിൽക്കുന്ന സമയത്താണെങ്കിൽ ഈ പെട്ടിയുടെ ഉള്ളിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള
ഒരു ക്രീച്ചർ പുറത്തേക്ക് ചാടുകയാണ്. അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന 1-2 പേരുടെ മുഖത്തേക്ക് ഈ ഒരു ക്രീച്ചർ ചാടി വീഴുന്നുണ്ട്. അതിനുശേഷം അവന്മാരെ കൊന്നു കൊലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന മറ്റൊരു കൊള്ളക്കാരൻ ഈ ഒരു ക്രീച്ചറിന് നേരെ വെടിവെച്ച് നോക്കുന്നുണ്ടെങ്കിലും അതിന് കാര്യമായിട്ടൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോ ഗണ്ണ് വെച്ച് വെടിവെച്ചന്റെ മുഖത്തേക്ക് ഈ ഒരു ക്രീച്ചർ വന്ന് വീഴാണ്. ആ ഒരു ഗ്യാപ്പില് മറ്റുള്ളവരെല്ലാരും കൂടി ചേർന്നിട്ട് ഒരു സഞ്ചിക്കുള്ളിലേക്ക് ഈ ഒരു ക്രീച്ചറിനെ ആക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ശവപ്പെട്ടിയിലേക്ക് അതിനെ കൊണ്ടുവന്ന് വെക്കുകയാണ്. അതേ സമയത്ത് തന്നെ അത് ഭസ്മമായിട്ട് പോകുന്നുണ്ട്. ഈ ഒരു കോലാഹലങ്ങളൊക്കെ അവിടെ നടക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ ഹീറോയും അവന്റെ ഫ്രണ്ടും കൂടി അവിടുന്ന് എസ്കേപ്പ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ വാങ്ങ് പറയാണ്, എടാ നമ്മൾ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടിട്ടും നമുക്ക് വളരെ കുറച്ച് പൈസയിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളൂ. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മാസ്റ്ററിന് വേണ്ടിയിട്ട് മരുന്ന് വാങ്ങുന്നത്? അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ എങ്ങനെയാണ് മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, നമ്മൾ ആ ഒരു മാർക്കറ്റിൽ വെച്ചിട്ട് കുറെ കല്ലറ കൊള്ളയടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? നമുക്കും അവരെ പോലെ ആയി മാറിയാലോ? നിനക്കാണെന്നുണ്ടെങ്കിൽ കല്ലറകളൊക്കെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യാൻ അറിയില്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി നോക്കിയാലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അങ്ങനത്തെ പരിപാടിക്കൊന്നും പോയില്ലെന്ന്. ഇന്നലെ തന്നെ നീ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ ആ ഒരു മാർക്കറ്റിലേക്ക് വന്നത്. നമ്മുടെ മാസ്റ്റർ പഠിപ്പിച്ചെന്ന ഒരു വിദ്യയും ഇതുപോലുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഒരിക്കലും ഉപയോഗിക്കില്ല എന്നൊക്കെ ഹീറോ ഇപ്പൊ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് മാസ്റ്ററിനെ കാണാനായിട്ട് വന്നതാണ്. ചെന്ന് നോക്കുമ്പോൾ മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഡിഫറന്റ് ആയിട്ടായിരുന്നു ബിഹേവ് ചെയ്തുകൊണ്ടിരുന്നത്. ആൾക്ക് മെന്റലി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ആ ഒരു അസുഖം മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹീറോയും അവന്റെ ഫ്രണ്ടും ചേർന്നിട്ട് പൈസ ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ നാട് ചുറ്റി നടക്കുന്നത്. ഹീറോ മാസ്റ്ററിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വാങ്ങ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പൈപ്പ് പുറത്തെടുക്കുകയാണ്. ഇത് കണ്ടുകഴിഞ്ഞപ്പോ ഹീറോയ്ക്ക് എന്തോ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട്. എടാ ഇത്രയും കാലം ഇത് നിന്റെ കയ്യിലില്ലായിരുന്നല്ലോ, നിനക്ക് ഇത് എവിടുന്ന കിട്ടിയത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് പിന്നെ ഇന്നലെ നമ്മൾ ആ ഒരു പെട്ടി തുറക്കാൻ പോയില്ലേ, അതിനകത്ത് ഉണ്ടായിരുന്ന കിട്ടുന്നതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടുന്ന് നൈസായിട്ട് അടിച്ചു മാറ്റിയതാ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഹീറോ വന്നിട്ട് ആ ഒരു പൈപ്പ് എടുത്ത് നോക്കുകയാണ്. ഇത് ഒരുപാട് കാലം മുന്നേ ജീവിച്ചിരുന്ന ഒരു രാജാവിന്റെ പൈപ്പ് ആവാനാണ് സാധ്യത. ഇതെങ്ങനെയായിരിക്കും ആ ഒരു പെട്ടിയുടെ ഉള്ളിൽ വന്നതെന്ന് പറഞ്ഞിട്ട് ഹീറോ ഇപ്പോ അത് ശരിക്കും പരിശോധിക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് പൈപ്പിന്റെ ഉള്ളിൽ നിന്നും ഒരു മാപ്പ് താഴേക്ക് ചാടുകയാണ്. മരിച്ചു പോയിട്ടുള്ള ആ ഒരു രാജാവിന്റെ ഒരുപാട് നിധികൾ അടങ്ങിയിട്ടുള്ള ആ ഒരു കല്ലറയിലേക്ക് പോകാനുള്ള വഴിയായിരുന്നു ഈ മാപ്പിൽ ഉണ്ടായിരുന്നത്. ഇത് കണ്ടിട്ട് രണ്ടുപേരും അങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഇവർ മാർക്കറ്റിൽ വെച്ച് കണ്ടിട്ടുള്ള നമ്മുടെ ഹീറോയിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് വാങ്ങിന്റെ കയ്യിൽ നിന്നും ആ ഒരു മാപ്പ് വാങ്ങുകയാണ്. നിനക്ക് നാണല്ലടി പട്ടാപ്പകല് വീട്ടിൽ കയറി ഒന്ന് മോഷ്ടിക്കാൻ എന്നൊക്കെ വാങ്ങിപ്പോ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാലേട്ടനൊക്കെ ചെയ്യുന്ന പോലെ അവന്റെ കഴുത്തിലേക്ക് ചാടി കയറിയിട്ട് ഒരു ലോക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം ഹീറോയുടെ മുന്നിലേക്ക് ആ മാപ്പും കൊണ്ട് അങ്ങനെ വന്ന് നിൽക്കുകയാണ്. ഹീറോ പറയുന്നുണ്ട്, ഞാൻ സാധാരണ പെണ്ണുങ്ങളായിട്ടൊന്നും അങ്ങനെ ഫൈറ്റ് ചെയ്യാറില്ല, നീ മര്യാദയ്ക്ക് ആ ഒരു മാപ്പ് തന്നിട്ട് ഇവിടുന്ന് പോവാൻ നോക്ക്. എന്നാൽ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഹീറോയും അടിച്ചിട്ട് ഇപ്പൊ പുറത്തേക്ക് പോവാണ്. പുറത്തുനിന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ അവിടെ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ടായിരുന്നോ. ഇവരും ഈ ഒരു മാപ്പ് തെരഞ്ഞു വന്നതാണ്. ഹീറോയിനെ കണ്ട സമയത്ത് തന്നെ എല്ലാവരും അവൾക്ക് നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട്. മര്യാദയ്ക്ക് ആ ഒരു മാപ്പ് ഇങ്ങോട്ടതാ എന്നൊക്കെ പറഞ്ഞിട്ട് വില്ലൻ മുന്നോട്ടേക്ക് വരാണ്. ഇതിന്റെ ഇടയിലാണ് അവളുടെ കണ്ണ് വില്ലൻ ശ്രദ്ധിക്കുന്നത്. ഓ, നീ ആ ഒരു ഗ്യാങ്ങിൽപ്പെട്ട ആളാണല്ലേ, നിന്റെ കണ്ണിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കുന്ന ആളുകൾക്ക് ഭ്രാന്തായി പോകുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല അല്ലറ ചില്ലറ ബ്ലാക്ക് മാജിക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലേ. ശരി, ഞാൻ എന്തായാലും അധികം ഡയലോഗ് അടിക്കുന്നില്ല, മര്യാദയ്ക്ക് ആ ഒരു മാപ്പ് ഇങ്ങോട്ടേക്ക് തന്നോ, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ നിന്നെ കൊന്നുകളയെന്ന് പറയാണ്. ഇപ്പൊ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. അവൾ ആ ഒരു മാപ്പ് വില്ലന്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ ചില മാജിക്കുകൾ ഉപയോഗിച്ചിട്ട് കത്തിച്ച് കളയാണ്. ദേഷ്യം വന്നിട്ടുള്ള വില്ലൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവളുടെ നേരെ ഗണ്ണ് ചൂണ്ടുന്നുണ്ട്. ഹീറോയിൻ ഇപ്പോ ചിരിച്ചിട്ട് പറയാണ്, നിങ്ങൾ എന്നെ കൊല്ലുന്നുള്ള പേടിയൊന്നും എനിക്കില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിധിയിലേക്കുള്ള മാപ്പ് അത് ഞാൻ മാത്രമേ വായിച്ചിട്ടുള്ളൂ. അതായത് എന്റെ തലയിൽ മാത്രമാണ് ആ ഒരു മാപ്പ് ഇപ്പോൾ ഉള്ളത്. എന്നെ കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു നിധി കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ കൊല്ലാനൊന്നും പോകുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കിട്ടിയപ്പോ വില്ലൻ പറയാണ്, ഇവള് പറഞ്ഞൊക്കെ ശരിയാണ്, വേഗം അവളെടുത്ത് വണ്ടിയിലേക്ക് എടുത്ത് പറയുന്നുണ്ട്. വില്ലൻ ഇപ്പൊ ഹീറോയിനെയും കൂട്ടിയിട്ട് ആ ഒരു നിധി ഇരിക്കുന്ന ഭാഗത്തേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഹീറോയും വാങ്ങിനെയും കൂടെ അവരവിടുന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോവാണ്. അങ്ങനെ ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു മലയ്ക്ക് മുകളിൽ ഇവർ എത്തി നിൽക്കുകയാണ്. ഇപ്പൊ ഹീറോയിനടുത്ത് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, എവിടെയാണ് ആ ഒരു നിധി ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം വെറുതെ കണ്ടുകൊണ്ട് വാങ്ങും ഹീറോയിൻ നിൽക്കുന്നുണ്ടായിരുന്നു. വില്ലൻ ഇപ്പോ അവരുടെ നേരെ തിരിയാണ്. നിങ്ങൾ ഞാൻ വെറുതെ ആട്ടം കാണാൻ വേണ്ടി കൊണ്ടുവന്നാണെന്നാണോ വിചാരിച്ചത്? മര്യാദയ്ക്ക് ആ ഒരു ഗുഹയിലേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിക്കടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നെ മാസ്റ്റർ പഠിപ്പിച്ചു തന്ന ഒരു വിധിയും ഞാൻ ഇതുപോലുള്ള കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ടുള്ള വില്ലൻ തോക്കെടുത്തിട്ട് ഇവരുടെ കാലിന് ചുറ്റും ചറ പറന്ന് വെടിവെക്കുന്നുണ്ട്. ഇപ്പൊ ഹീറോ ആണെങ്കിൽ നിർത്ത് ഞാൻ പറഞ്ഞുതരാം, ആ വഴി ഞാൻ കണ്ടുപിടിക്കാം എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയാണ്. അവനിപ്പോ അവന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു മാന്ത്രിക ശക്തികൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു നിധിയിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു വഴി കണ്ടുപിടിക്കുന്നുണ്ട്. എന്നാൽ ഇതിന്റെ ഇടയിൽ ഹീറോയുടെ ഫ്രണ്ട് കാല് തെറ്റിയിട്ട് ആ ഒരു മലയുടെ മുകളിൽ നിന്നും താഴേക്ക് വീഴാണ്. ഹീറോ ഇപ്പോ പേടിച്ചിട്ട് പോയി നോക്കുന്നുണ്ട്. വാങ്ങിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി നമ്മൾ വിചാരിക്കുന്ന സമയത്ത് അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു വള്ളിയിൽ അങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടായിരുന്നോ. എല്ലാവരും കൂടിയിട്ട് ഇവൻ കിടക്കുന്നുണ്ടായിരുന്ന ആ ഒരു ഭാഗത്തേക്ക് ഓടി വരികയാണ്. ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവൻ തൂങ്ങി കിടക്കുന്നതിന്റെ തൊട്ടടുത്തായിരുന്നു ആ ഒരു ശവകുടീരത്തിലേക്ക് പോകാനായിട്ടുള്ള ആ ഒരു വാതിലുണ്ടായിരുന്നത്. എന്നാൽ ഇത് തുറക്കാനുള്ള കീ അത് എവിടെയാന്നുള്ളത് ആർക്കും ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഹീറോയിൻ മുന്നോട്ടേക്ക് വരാണ്. എന്നിട്ട് ഹീറോയിൻ നോക്കി ചിരിക്കുന്നുണ്ട്. നിന്റെ കയ്യിൽ ഒരു ഗോൾഡൻ കോമ്പസ് ഇല്ലേ, അത് ഇങ്ങോട്ടേക്ക് താന്ന് പറയുന്നുണ്ട്. ഹീറോയും ഇപ്പൊ അത് എടുത്തു കൊടുക്കുകയാണ്. ഹീറോയിൻ ഈ ഒരു ഗോൾഡൻ കോമ്പസ് വാങ്ങിയിട്ട് ഈ ഒരു വാതിലിന് മുന്നിലുണ്ടായിരുന്ന ആ ഒരു സ്ലോട്ടിലേക്ക് ഇടുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ആ വാതിൽ തുറന്നു വരാണ്. ഇപ്പൊ എല്ലാവരും കൂടിയിട്ട് ഉള്ളിലേക്ക് നടക്കുന്നുണ്ട്. ചുമരിൽ മുഴുവനും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ അങ്ങനെ വരച്ചു
മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടിട്ട് അവര് ആ ഒരു ഗുഹയുടെ ഉള്ളിൽ കൂടെ മുന്നോട്ടേക്ക് പോവാണ്. ഇതിനിടയിൽ വില്ലൻ കണ്ടെടുത്തിട്ട് ഇനി നമുക്ക് ഇവളുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയിന് നേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഹീറോയിൻ എന്തോ ഒരു ഭാഗ്യത്തിന് ജസ്റ്റ് മിസ്സിൽ ആ ഒരു ബുള്ളറ്റിൽ നിന്നും രക്ഷപ്പെടുകയാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന വാള് അടുത്തവന്റെ കഴുത്തിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് വില്ലന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തന്റെ കണ്ണിലേക്ക് അങ്ങനെ നോക്കുകയാണ്. ഇവള് നോക്കിയ സമയത്ത് തന്നെ അവൻ ഭയങ്കരമായിട്ട് ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വില്ലന്റെ ആളുകൾ പറയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇവളുടെ കണ്ണിലേക്ക് ഡയറക്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കുന്ന ആളുകൾക്ക് ഭ്രാന്തായി പോകും. ഇവൾക്ക് എന്തൊക്കെയോ ശക്തികളുണ്ട്, നമുക്ക് ഇവളൊന്നും ചെയ്യണ്ട, ഇവൾക്ക് നമ്മൾ ഇനിയും ഒരുപാട് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നിങ്ങനെ പറയാണ്. ഇപ്പൊ വില്ലനും ശരി ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഹീറോയിനിപ്പോ ആ ഒരു വാള് മെല്ലെ എടുക്കുകയാണ്. അതിനുശേഷം ഇവളെ നോക്കിയിട്ട് ഭ്രാന്തായി പോയിട്ടുണ്ടായിരുന്ന ആ ഒരാളെ അയാളുടെ ശ്രദ്ധ മാറ്റിയിട്ട് ക്യൂർ ആക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ആ ഒരു യാത്ര വീണ്ടും തുടങ്ങുകയാണ്. അങ്ങനെ കുറച്ചു ദൂരം കൂടി മുന്നോട്ടേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു വലിയ ചേംബർ ഉണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് ചെറിയ കുട്ടികളുടെ പ്രതിമകൾ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുത്ത പോയിട്ട് അത് എടുക്കുകയാണ്. ഇപ്പോ ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ വിളിച്ചു പറയുന്നുണ്ട്, അതൊന്നും പോയി എടുക്കാൻ നിൽക്കല്ലേ, അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പ്രതിമയല്ല, അത് ശരിക്കുള്ള ഒരു മനുഷ്യ കുട്ടിയാണ്. അതായത് എന്തോ ഒരു ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് റിയൽ ആയിട്ടുള്ള കുട്ടികളെ ഈ ഒരു മെഴുക് പ്രതിമ മാതിരി മാറ്റിയതാണത്. ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടിട്ട് എല്ലാവരും തന്നെ നല്ല രീതിയിൽ പേടിച്ചിരിക്കുകയാണ്. ഹീറോ ഇപ്പോ ഹീറോയിനെ തനിച്ച് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ അവന്റെ കണ്ണിലേക്ക് നോക്കിയിട്ടൊന്നുമല്ല അവനെ ഭ്രാന്താക്കിയത്, അവനങ്ങനെ ചിരിപ്പിച്ചത്, എന്തോ ഒരു പൊടി അവന് നേരെ എറിഞ്ഞിട്ടാണല്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹീറോയിന് നല്ല രീതിയിൽ ഷോക്കാവാണ്. ഈ ഒരു കാര്യം ഹീറോ ഇപ്പോ ആരോടും പറയുന്നൊന്നുമില്ല, അവനത് രഹസ്യമാക്കി തന്നെ വെക്കുകയാണ്. ഇവർ നിൽക്കുന്ന ഈ ഒരു ചേംബറിന് നടുവിലായിട്ട് വലിയൊരു കുഴി ഉണ്ടായിരുന്നു. അതിൽ നിറച്ചും ഒരുപാട് മനുഷ്യന്മാരുടെ അസ്ഥികൂടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതെല്ലാം കണ്ടിട്ട് എല്ലാവരും അങ്ങനെ ഷോക്കായി നിൽക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഹീറോ നോക്കുമ്പോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചെറിയ കുട്ടികളുടെ പ്രതിമ മെല്ലെ അനങ്ങാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പൊ വാങ്ങാൻ മറ്റൊരു കാര്യം കാണാണ്. സിനിമയുടെ തുടക്കത്തിൽ ഇവരുടെ അടുത്ത് പെട്ടി തുറക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഇവരെ വിളിച്ചോണ്ട് പോയിട്ടുണ്ടായിരുന്ന വില്ലന്റെ ഗ്യാങ്ങിലുള്ള ഒരാളുണ്ടായിരുന്നല്ലേ, അവന്റെ ബാഗിൽ ഒരു കുട്ടിയുടെ കാല് നമ്മുടെ വാങ്ങ കാണുകയാണ്. നിങ്ങളുടെ ബാഗിൽ ഒരു കുട്ടിയുടെ കാലുണ്ടെന്നൊക്കെ അവനിപ്പോ വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ അയാളാണെങ്കിൽ അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വാങ്ങിനടുത്ത് ദേഷ്യപ്പെടുകയാണ്. ഇപ്പോ അവിടെയുള്ള ആളുകൾ മുഴുവനും വാങ്ങിനെ അങ്ങനെ പേടിച്ച് നോക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും ഒരുമാതിരി നോക്കുന്നത് എന്നിങ്ങനെ വാങ്ങ് ചോദിക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ വാങ്ങിന്റെ ബാക്കിൽ നിന്നും ആ ഒരു കുട്ടിച്ചാത്തൻ ഇപ്പോ മെല്ലെ എണീറ്റ് വരുന്നുണ്ട്. എല്ലാവരും ഇപ്പോ തലങ്ങും വിലങ്ങും കിടന്ന് ഓടാൻ തുടങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ അതുപോലത്തെ ഒരുപാട് കുട്ടിച്ചാത്തന്മാര് ഇവർ നിൽക്കുന്ന ഈ ഒരു ചേംബറിന്റെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. അതെല്ലാം കൂടിയിട്ട് ഇവന്മാരെ എല്ലാവരെയും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും പേടിച്ചു വരച്ചിട്ട് ആ ഒരു ചേംബറിന്റെ ഉള്ളിൽ കൂടെ തലങ്ങും ഓടുകയാണ്. അതിനെ ഡിഫെൻഡ് ചെയ്യാനൊക്കെ ഒരുപാട് നോക്കുന്നുണ്ട്. കയ്യിലുണ്ടായിരുന്ന ഗണ്ണുകൾ ഉപയോഗിച്ചിട്ട് അതിന് നേരെ തുരുതുരാന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതുങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാം കൂടി ഇവരുടെ മേത്തേക്ക് ചാടി വീഴാണ്. എന്നാൽ നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ ഒരു പഴയ കാലത്തെ കത്തി ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ആ കത്തി വെച്ചിട്ട് അറിയാതെ അവളുടെ കയ്യിൽ ഒരു മുറിവ് വീഴാണ്. അപ്പോഴാണ് ഹീറോയിന് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഇവരിപ്പോ ഈ കണ്ടോണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും വെറും ഇല്യൂഷൻസ് ആയിരുന്നു. എല്ലാം തന്നെ ഇവരുടെ വെറും ഒരു തോന്നലുകൾ മാത്രമാണ്. അവളിപ്പോ ഹീറോയെ പിടിച്ചു നിർത്തിയിട്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്, നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് വെറും മായക്കാഴ്ച മാത്രമാണ്. ഈ കത്തി വെച്ചിട്ട് കയ്യിലൊരു മുറിവ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം സ്റ്റോപ്പ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അവളിപ്പോ അവന്റെ കയ്യിൽ ചെറിയൊരു മുറിവ് ഉണ്ടാക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെ അവനും ഈ ഒരു മായക്കാഴ്ചകളിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. ഹീറോ ഇപ്പോ ഈ കത്തി ഉപയോഗിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ മുഴുവനും കയ്യിൽ ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും അവൻ ആ ഒരു മാസ് ഹിസ്റ്ററിയിൽ നിന്നും പുറത്തു കൊണ്ടുവരികയാണ്. എന്നാൽ ഇതിന്റെ ഇടയിൽ വാങ്ങും ഹീറോയിന്റെ ഫ്രണ്ടും നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിൻ കാണുന്നുണ്ട്. എന്നാലും പോയി രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവളിപ്പോ ആ ഒരു കാര്യം ആരോടും പറയുന്നില്ല. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം വില്ലന്റെ ടീംസിന് ഇവര് ഇവിടുന്ന് പോയി എന്നുള്ള കാര്യം മനസ്സിലാവുകയാണ്. അത് അറിഞ്ഞ സമയത്ത് തന്നെ വില്ലന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിബന്ധങ്ങളെല്ലാം തരണം ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. സോ അവരെവിടെയാണെങ്കിലും തെരഞ്ഞു കണ്ടുപിടിക്കണമെന്ന് വില്ലന്റെ ടീംസ് ഇപ്പൊ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോ വില്ലന്റെ ടീമിലുണ്ടായിരുന്ന ഒരുത്തന് നേരത്തെ നടന്നിട്ടുള്ള ആ ഒരു ബഹളത്തില് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ മരുന്നെടുക്കാൻ വേണ്ടിയിട്ട് ആ ബാഗും ചുമന്നുകൊണ്ട് നടക്കുന്നവന്റെ ബാഗിൽ കൈയിടുകയാണ്. ഇതേ സമയത്ത് തന്നെ അയാൾക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. നിനക്ക് എന്താണ് വേണ്ടേ, നീ എന്തിനാ ബാഗ് കൈയിടുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ അടുത്ത് തട്ടി കയറാണ്. അത് പിന്നെ എനിക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്, ആ മരുന്നെടുക്കാൻ വേണ്ടിയിട്ട് ആ ബാഗിൽ കൈയിട്ടത് എന്നിങ്ങനെ പറയാണ്. അയാളിപ്പോ ആ ഒരു മരുന്നെടുത്തിട്ട് അവന് കൊടുക്കുന്നുണ്ട്. ഇനി മേലാൽ എന്റെ ബാഗിൽ തൊട്ടുപോയേക്കരുത് എന്നിങ്ങനെ പറയാണ്. ആ ബാഗിനകത്ത് ഇതിന് മാത്രം എന്താ ഉള്ളത്, അവൻ എന്തിനായിരിക്കും ഇത്ര കെയർഫുൾ ആയിട്ട് അത് ചുമന്നുകൊണ്ട് നടക്കുന്നത്. ഇതേ സമയത്ത് വാങ്ങിനെയും ഹീറോയിനെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്മാർ വേറൊരു ഡയറക്ഷനിലൂടെ അങ്ങനെ മുന്നോട്ടേക്ക് കയറി പോകുന്നുണ്ട്. വാങ്ങ് പറയാണ്, ഒരു വിധത്തില് നമ്മളിപ്പോ വില്ലന്റെ ടീമിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, എന്നാൽ ഇവിടുന്ന് പുറത്ത് കിടക്കുന്നത് എങ്ങനെയാണ്, നിനക്ക് വല്ല പിടുത്തമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഒരു വഴി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവിടേക്ക് കാലെടുത്ത് വെച്ചതും വാങ്ങും ഹീറോയും കിട്ടിട്ട് തലയും കുത്തി താഴേക്ക് വീഴാണ്. ഇവന്മാര് നേരെ ചെന്ന് വീണത് വില്ലന്റെ ടീംസിന്റെ മുന്നിൽ തന്നെയായിരുന്നു. ഈ ഒരു ടീമില് ഒരു ലേഡി ഉണ്ടായിരുന്നു. അവളിപ്പോ ഒരു കത്തി എടുത്തിട്ട് നമ്മുടെ വാങ്ങിന്റെ കഴുത്തിലേക്ക് വെക്കുകയാണ്. ഇനി ഇവിടുന്നെങ്ങാനും രക്ഷപ്പെട്ടു പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉടമ്പെറുക്കും ആന ഉയർക്കാതെ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവനെ പേടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാരും കൂടി ചേർന്നിട്ട് ഇപ്പോ മുന്നോട്ടേക്ക് തന്നെ നടക്കാണ്. ഇപ്പോ ഇവരൊരു പ്രത്യേക സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അത് കാണാനായിട്ട്
കാണാനായിട്ട് ശരിക്കും ഒരു അമ്പലം പോലെയായിരുന്നു ഉണ്ടായിരുന്നത്. വില്ലന്റെ ടീമിലുണ്ടായിരുന്ന ആ ഒരു ലേഡിയിലെ അവളിപ്പോ ഹീറോയിന്റെ അടുത്ത് ചോദിക്കുകയാണ്, അല്ല ഞങ്ങൾ പണത്തിന് വേണ്ടിയിട്ടാണ് ഈ കല്ലറ റെഡി ചെയ്യാനായിട്ട് നടക്കുന്നത്, നീ എന്തിനായിരുന്നു ആ ഒരു മാപ്പ് തെരഞ്ഞത്? ഇത് കേട്ടിട്ട് ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നും മിണ്ടാതെ തന്നെ അവിടുന്ന് പോവുകയാണ്. ഇവരെല്ലാരും തന്നെ ആ ഒരു ഡോർ വഴി മുന്നോട്ടേക്ക് നടക്കുന്നുണ്ട്. ഇവർ നിൽക്കുന്നതിന്റെ മുന്നിലായിട്ട് ടൈലിന്റെ ഷേപ്പിലുള്ള പല കല്ലുകൾ അങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടുണ്ട്. അതല്ലാതെ ഈ റൂമിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാവരോടും ഈ റൂം മുഴുവനായിട്ടും എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് തെരഞ്ഞു നോക്കാൻ പറയാണ്. വാങ്ങാൻ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ 3 നാക്കുള്ള ഒരു ഡ്രാഗന്റെ പ്രതിമ അവിടെ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് വാങ്ങ് നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. എന്താന്നടേ ഇത് എന്ത് മൃഗ എന്നൊക്കെ ഹീറോയിന്റെ അടുത്ത് വാങ്ങിപ്പോ ചോദിക്കുകയാണ്. ഞാൻ ഇതിനെ പറ്റിയിട്ട് നമ്മുടെ പുരാണങ്ങളെല്ലാം വായിച്ചു നോക്കിയിട്ടുണ്ട്. നരകത്തിന് കാവലായിട്ടാണ് ഇതേപോലെ 3 നാക്കുള്ള ഡ്രാഗണുകളെല്ലാം വെക്കാറുള്ളത്. ഈ റൂമിൽ ഒരു 14-15 അടി ഉയരമുള്ള വലിയൊരു ശില്പം ഉണ്ടായിരുന്നു. വാങ്ങ് നോക്കുമ്പോ അതിന്റെ കയ്യിലായിട്ട് ഒരു ചാവി കാണാണ്. ഇവനിപ്പോ ആരും കാണാതെ മെല്ലെ ചുരണ്ടി അത് പുറത്തെടുക്കുന്നുണ്ട്. ഇവർ ഈ ഒരു ചേംബറിന്റെ ഉള്ളിലേക്ക് കയറി വന്നിട്ടുള്ള ആ ഒരു ഡോറ് പെട്ടെന്ന് അടയാണ്. ആ ഒരു ശബ്ദം കേട്ടിട്ട് എല്ലാവരും ഷോക്കായിട്ട് ഇപ്പോൾ തിരിഞ്ഞു നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് ആ ഡോറ് മാത്രമായിരുന്നില്ല, ഇവർക്ക് ഈ ചേംബറിൽ നിന്നും പുറത്തു കിടക്കാനുള്ള എല്ലാ വാതിലുകളും ജനലുകളും എല്ലാം തന്നെ ഇപ്പോൾ മുഴുവനായിട്ട് അടഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല ഇവരുടെ മുന്നിലുണ്ടായിരുന്ന ആ ഒരു ടൈൽസ് അതിപ്പോ മെല്ലെ ഒരു പസിൽ മാതിരി മുകളിലേക്ക് പൊന്തി വന്നിട്ട് അങ്ങനെ അറേഞ്ച് ആയി നിൽക്കുന്നുണ്ട്. ഹീറോ ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഈ ഒരു പസിലിനെ പറ്റിയിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ശരിയായിട്ടുള്ള ടൈലുകളിൽ മെല്ലെ ചവിട്ടി വേണം നമ്മൾ മുന്നോട്ടേക്ക് നീങ്ങാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ഒരു പസിൽ സോൾവ് ആവുള്ളൂ. അഥവാ റോങ് ആയിട്ടുള്ള ഒരു കല്ലിന്റെ മുകളിൽ നമ്മൾ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ട്രാപ്പിലേക്ക് നമ്മൾ ചെന്നുവിടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവരുടെ ടീമിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു താടിമാമൻ മുന്നോട്ടേക്ക് വരികയാണ്. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പസിലല്ലേ, അതൊക്കെ ഞാൻ ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആശാൻ ഇപ്പോൾ അതിന്റെ മുകളിലേക്ക് ചാടി കയറുന്നുണ്ട്. ഓരോരോ ടൈലിന്റെ മുകളിലേക്ക് താടിമാമൻ മെല്ലെ മെല്ലെ കാലുകൾ വെച്ചിട്ട് ഇങ്ങനെ അമർത്തി മുന്നോട്ടേക്ക് പോവുകയാണ്. ഇത് ശരിയായിട്ടുള്ളതാണോ തെറ്റായിട്ടുള്ളതാണോ പുള്ളി അമർത്തുന്നതെന്ന് ആൾക്ക് തന്നെ ഒരു പിടുത്തമുണ്ടായിരുന്നില്ല. കുറച്ച് സമയത്തിന് ശേഷം ഇവരുടെ സൈഡിലായിട്ട് ഒരു ഡോർ തുറന്നു വരികയാണ്. ഇത് കഴിഞ്ഞപ്പോൾ വില്ലന്മാർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ സന്തോഷമാവുന്നുണ്ട്. നമ്മുടെ താടിമാമനാണെന്നുണ്ടെങ്കിൽ അങ്ങ് മെയിൻ ആവാണ്. ഈ ഒരു പസിൽ ഇത്ര പെട്ടെന്ന് സോൾവ് ആവാനായിട്ടുള്ള സാധ്യതയില്ലല്ലോ എന്നിങ്ങനെ ഹീറോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തുറന്നു വന്നിട്ടുള്ള ആ ഒരു വാതിൽ നിന്നും ഒരു വലിയ ഡ്രാഗൺ പുറത്തേക്ക് വരുന്നുണ്ട്. അതിപ്പോ അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ആളുകളെ മുഴുവനും അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. പേടിച്ചു പോയിട്ടുള്ള എല്ലാവരും കൂടിയിട്ട് ഈ ഒരു ഡ്രാഗണിന്റെ നേരെ തലങ്കം വിലങ്കം കിടന്ന് വെടിവെക്കാണ്. എന്നാൽ അതൊന്നും തന്നെ ഈ ഒരു ഡ്രാഗന്റെ രോമത്തിൽ പോലും ബാധിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ ഈ ഒരു ഡ്രാഗൺ വില്ലന്റെ മുന്നിലേക്ക് ചാടി വീഴുന്നുണ്ട്. അവനെ കൊല്ലാനായിട്ട് വരുന്ന അതേ സമയത്ത് തന്നെ ഇവന്റെ ടീമിലുണ്ടായിരുന്ന ഒരാള് വില്ലന്റെ മുന്നിലേക്ക് ചാടി വീഴാണ്. എന്നിട്ട് വില്ലനെ രക്ഷിക്കുന്നുണ്ട്. ഇവരെല്ലാവരും കൊള്ളക്കാരാണെന്നുണ്ടെങ്കിലും ചെയ്യുന്ന പണി ഇതാണെങ്കിലും ഇവന്റെയൊക്കെ ആത്മാർത്ഥത കണ്ടില്ലേ എന്നൊക്കെ ഹീറോയിൻ ഇപ്പൊ പറയുന്നുണ്ട്. അവളാണെങ്കിൽ അവളുടെ പവേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് ഈ ഒരു ഡ്രാഗണെ ഇപ്പോൾ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. കുറെ നേരം അവൾ അങ്ങനെ അതിനെ ഹാൻഡിൽ ചെയ്യാണ്. ഇപ്പൊ ഹീറോയോട് വിളിച്ചു പറയുന്നുണ്ട്, എനിക്ക് അധിക നേരം ഇതിങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല, എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോകാനായിട്ടുള്ള ആ ഒരു വാതിൽ തുറക്കാനുള്ള വഴി നീ കണ്ടുപിടിക്കുക. ഹീറോയും ഇപ്പോ ആ ഒരു പസിലിന്റെ അടുത്ത് പോയി നിൽക്കുന്നുണ്ട്. കുറച്ചു നേരത്തെ അംഗത്തിന് ശേഷം അവനിപ്പോ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ആൻസർ കണ്ടുപിടിച്ചിട്ട് ആ ടൈലിന്റെ മുകളിലേക്ക് കയറി നിൽക്കുകയാണ്. ഇപ്പൊ ഇവർ നിൽക്കുന്നതിന്റെ സൈഡിലായിട്ട് മറ്റൊരു ഡോർ ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്. അതിലെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ഈ ഒരു ഡ്രാഗനെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഹീറോയിനെ കൂട്ടിയിട്ട് അവസാനമായിട്ട് നമ്മുടെ ഹീറോ പുറത്തു വരികയാണ്. ഈ ചേംബറിൽ നിന്നും പുറത്തിറങ്ങി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ വലിയൊരു നദി ഉണ്ടായിരുന്നു. എന്നാൽ ഈ നദി കടക്കാനായിട്ടുള്ള തോണി അവിടെയൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ വില്ലൻ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ശവപ്പെട്ടികൾ അങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും കുറച്ച് ശവപ്പെട്ടികൾ ഉപയോഗിച്ചിട്ട് ഇവർ ഈ ഒരു നദി കടക്കുകയാണ്. ഹീറോയും ഹീറോയിനും കൂടിയിട്ട് ഒരു പെട്ടിയിലിരുന്നായിരുന്നു പോകുന്നുണ്ടായിരുന്നത്. നേരത്തെ വില്ലന്റെ ഗ്യാങ്ങിലുണ്ടായിരുന്ന ആ ലേഡി ചോദിച്ച അതേ ക്വസ്റ്റ്യൻ ഹീറോ ഹീറോയിനോട് ചോദിക്കുന്നുണ്ട്. ഇവരെല്ലാവരും ആ ഒരു നിധി സ്വന്താക്കാനും അതുപോലെ പണത്തിന് വേണ്ടിയിട്ടും സ്വർണത്തിന് വേണ്ടിയിട്ടുമാണ് ഈ ഒരു യാത്ര ചെയ്യുന്നത്. നീ എന്തിനാ ഒരു മാപ്പ് നിറഞ്ഞ് എന്റെ പുറകെ വന്നത്? എന്നാൽ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ എപ്പോഴത്തെയും പോലെ അതിനൊരു ആൻസറും പറയുന്നുണ്ടായിരുന്നില്ല. നിന്റെ ടീമിൽപ്പെട്ടിട്ടുള്ള ആളുകൾ വലിയ മന്ത്രവാദികളാണ്, മന്ത്രശക്തി ഉണ്ടെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ നിന്നെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളെല്ലാം വെറും സാധാരണ ആൾക്കാർ തന്നെയാണ്. എന്തോ ഒരു പൊടി തൂവിയിട്ടാണ് നീ അവനെ ഭ്രാന്തനാക്കിയത്. അതേപോലെ ഫോസ്ഫറസ് യൂസ് ചെയ്തിട്ടാണ് നീ ആ പേപ്പർ കത്തിച്ചത്. ഇതെല്ലാം സത്യമല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇതിനും ഹീറോയിൻ പ്രത്യേകിച്ച് ആൻസർ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. നമ്മൾ വാങ്ങുണ്ടായിരുന്നത് വില്ലന്റെ ടീംസിലുണ്ടായിരുന്ന ആ ലേഡിയുടെ കൂടെയായിരുന്നു. അവളുടെ കാലിലേക്ക് നോക്കിയിട്ട് കാല് കൊള്ളാം, നല്ല കാല്. എന്നാൽ ഇവന്റെ തൊട്ടടുത്തായിട്ട് ആ ലേഡിയുടെ ഹസ്ബൻഡ് ഇരിക്കുന്നുണ്ടായിരുന്നു. അയാളിപ്പോ വാങ്ങിനെ തന്നെ അങ്ങനെ തുറിച്ചു നോക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ വെള്ളത്തിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒരു തല പൊങ്ങി വരുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ചിട്ട് വാങ്ങ് ആ ഒരു തോണിയിൽ നിന്നും താഴേക്ക് വീഴുന്നുണ്ട്. വെള്ളത്തിന്റെ ഉള്ളിലേക്ക് അവൻ അങ്ങനെ മുങ്ങി പോവാണ്. ഹീറോയും ഇപ്പോ ഇവനെ രക്ഷിക്കാനായിട്ട് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. വെള്ളത്തിന്റെ അടിയിൽ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് ലേഡീസിനെ ആ ഒരു വെള്ളത്തിനടിയിൽ ജീവനോടെ കെട്ടിയിട്ട് കൊന്നിട്ടുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ഹീറോ ഷോക്ക് ആവാണ്. അവനിപ്പോ വാങ്ങിനെയും രക്ഷിച്ചിട്ട് ഈ വെള്ളത്തിന്റെ മുകളിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ഹീറോയ്ക്ക് മാത്രം അവിടുന്ന് മുകളിലേക്ക് കയറാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ കാലിൽ ഒരു ചങ്ങല കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഹീറോയെ താഴേക്ക് വലിക്കുകയാണ്. ഇത് കണ്ടിട്ടുള്ള ഹീറോയിൻ പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്ത്
ചാടുന്നുണ്ട്. അവനെയും രക്ഷിച്ചിട്ട് അവിടുന്ന് പോവാൻ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ വെള്ളത്തിനടിയിലുണ്ടായിരുന്ന ആ ഒരു പെണ്ണുകൾ മുഴുവനും കണ്ണു തുറക്കാണ്. അടുത്ത സെക്കൻഡിൽ അവരെല്ലാവരും ഒരു പ്രത്യേക തരത്തിലുള്ള ക്രീച്ചറായിട്ട് മാറിയിട്ട് ഇവരുടെ പുറകെ തന്നെ വരുന്നുണ്ട്. ആയിരക്കണക്കിന് വരുന്ന ആ ഒരു വവ്വാല് പോലെയുള്ള ക്രീച്ചേഴ്സ് ഇവരിങ്ങനെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരും അതിനെ വെടിവെച്ചും വെട്ടിയൊക്കെ കൊല്ലാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ അത് ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ മുന്നിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ അവിടുന്ന് ഓടുകയാണ്. അങ്ങനെ ഓടി ഓടിയിട്ട് ഇവര് മറ്റൊരു ചേംബറിലേക്ക് വന്ന് കയറിയിട്ടുണ്ട്. ഈ ഒരു ക്രീച്ചേഴ്സും ഇവരുടെ പുറകെ തന്നെ വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് നമ്മുടെ താടിമാമൻ മുന്നിലേക്ക് ചാടി വീഴാണ്. പുള്ളി അവിടെ ഉണ്ടായിരുന്ന ഒരു ലിവർ പിടിച്ച് വലിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഈ ചേംബറിന്റെ വാതിൽ അടയാണ്. ഇപ്പോ എല്ലാവർക്കും സമാധാനമാവുന്നുണ്ട്. ഇവര് തിരിഞ്ഞു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് സ്വർണ്ണ കട്ടകളും രത്നങ്ങളും വൈരങ്ങളും ഒരുപാട് ആഭരണങ്ങളും ഉണ്ടായിരുന്നു. അടിച്ചു പോനെ ലോട്ടറി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് അതിപ്പോ ബാഗിലേക്ക് കുത്തി നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോ ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു പെയിന്റിംഗ് നോക്കി അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയത്ത് ഹീറോയിൻ അവന്റെ ബാഗിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഞാൻ ആ ഒരു മാപ്പ് തെരഞ്ഞു വന്നത് എന്തിനാണെന്ന് എനിക്ക് അറിയണ്ടേ, ഇതിനെല്ലാത്തിനും കാരണം എന്റെ കണ്ണാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഹീറോ പറയാണ്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. നിന്റെ ഗോത്രത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു മരുന്ന് തെരഞ്ഞിട്ടല്ലേ നീ ഇവിടേക്ക് വന്നത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഹീറോയിനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അത്ഭുതമാണ്. പണ്ട് മുതലേ കൊള്ളയൊക്കെ നടത്തി ജീവിക്കുന്ന ഒരു ട്രൈബിൽപ്പെട്ട ആളാണ് നമ്മുടെ ഹീറോയിൻ. ഇവരുടെ ആ ഒരു ട്രൈബിലുള്ള എല്ലാവരുടെയും കണ്ണ് ഇങ്ങനെ പച്ച കളറിലാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ ആ ഒരു ട്രൈബിലുള്ള ആരും തന്നെ എവിടെയും കൊള്ളയടിക്കാനോ അങ്ങനെയൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. വളരെ നന്നായിട്ട് അധ്വാനിച്ചായിരുന്നു അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇവരുടെ എല്ലാവരുടെയും കണ്ണിന്റെ കളറ് പച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രൈബിൽപ്പെട്ട ആളുകളെ മറ്റുള്ള ആളുകൾ വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ട്രൈബിന്റെ പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞിട്ട് അവർ ഇപ്പോഴും അടിച്ചമർത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിനൊരു സൊല്യൂഷന് വേണ്ടിയിട്ടാണ് ഈ കണ്ണിന്റെ നിറം മാറ്റുന്ന മരുന്ന് തെരഞ്ഞിട്ട് ഹീറോയിൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവരിങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ താടിമാമൻ പുള്ളി അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പാത്രം തിരിക്കുകയാണ്. അതേ സമയത്ത് തന്നെ ലിഫ്റ്റ് പോലെ എന്തോ ഒന്ന് മുകളിലേക്ക് പൊന്തി വരുന്നുണ്ട്. ഇത് കണ്ടുകഴിഞ്ഞപ്പോ വില്ലന് ഒരുപാട് സന്തോഷമാവുകയാണ്. അവസാനം ഞാൻ ആ ഒരു നിധി കണ്ടുപിടിച്ചു എന്നൊക്കെ അവൻ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. അവൻ ഓടിച്ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പൊന്തി വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ നടുവിലായിട്ട് ഒരുപാട് പഴക്കമുള്ള ഒരു ബുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഹീറോയും ഇപ്പോ അത് തുറന്ന് വായിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് അതിന്റെ ഉള്ളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതൊരു ട്രാപ്പാണെന്ന് ഹീറോ ഇപ്പോ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഇവർ നിൽക്കുന്നുണ്ടായിരുന്ന ആ ഒരു ചേംബർ അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടന്ന് കുലുങ്ങാണ്. അധികം വൈകാതെ തന്നെ ഈ റൂമിന് നടുവിലായിട്ട് വലിയൊരു വില്ലൻ ഉണ്ടായി വരുന്നുണ്ട്. ഹീറോയും വില്ലനും കുറച്ച് ആളുകളും ഒരു സൈഡിലും നമ്മുടെ താടിക്കാരനും മറ്റു ചില ആളുകളും ഇപ്പുറത്തെ സൈഡിലും. അങ്ങനെ രണ്ട് ഭാഗത്തായിട്ട് ഇവര് ട്രാപ്പായിട്ട് നിൽക്കുകയാണ്. ഇവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ഒരേ ഒരു വഴിയുള്ളൂ. രണ്ട് സൈഡിലും ഓരോരോ സ്വിച്ചുകൾ വെച്ചിട്ടുണ്ട്. ആ സ്വിച്ചിൽ ഞെക്കിയാൽ മാത്രം മതി. എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിലെ സ്വിച്ച് ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളുകൾ മരിക്കും. അവരുടെ സൈഡിലുള്ള സ്വിച്ച് ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുന്ന ആളുകൾ മരിക്കും. ഇത് മനസ്സിലാക്കിയ സമയത്ത് തന്നെ നമ്മുടെ താടിമാവനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് സ്വിച്ച് ഞെക്കലെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാക്കാം എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയാണ്. എല്ലാവരും ഒന്ന് റിലാക്സ് ആയ സമയത്ത് തന്നെ താടിക്കാരൻ അവന്റെ ഭാഗത്തുള്ള ആ ഒരു സ്വിച്ച് പിടിച്ച് നിൽക്കുകയാണ്. ഇപ്പൊ ഹീറോയും വില്ലനും ടീംസൊക്കെ മരിക്കുന്നു വിചാരിക്കുന്ന സമയത്ത് എന്നാൽ ആ ഒരു മെക്കാനിസം ഇവർ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല. അത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരുന്നു. താടിക്കാരനൊക്കെ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഒരുപാട് അമ്പുകൾ ഇപ്പൊ ചീറി പാഞ്ഞു വരുന്നുണ്ട്. താടിക്കാരനും അവന്റെ കൂടെ നിൽക്കുന്നുണ്ടായിരുന്ന മറ്റുള്ള ആളുകളും അവിടെ അമ്പ് കൊണ്ട് വീഴാണ്. ഈ ഒരു ഗ്യാപ്പിന് നമ്മുടെ ഹീറോയും വില്ലനും ആ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്ന ആളുകൾ മുഴുവനും അവിടുന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. ഈ ചേംബർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നല്ല രീതിയിൽ അങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ വലിയൊരു കല്ലുരുണ്ട് വീണിട്ട് വില്ലന്റെ ടീമിൽ ഒരു ലേഡി ഉണ്ടായിരുന്നില്ലേ, അവളുടെ ഹസ്ബൻഡിന്റെ മുകളിലേക്ക് വീഴാണ്. എല്ലാവരും ചേർന്നിട്ട് അവനെ രക്ഷപ്പെടുത്താനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. എന്നാൽ എത്ര ശ്രമിച്ചിട്ടും അവനെ പുറത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് തന്നെ ആ ഒരു ബാഗുമായിട്ട് നടക്കുന്നവനല്ലേ, അവന്റെ കയ്യിൽ നിന്നും ആ ഒരു ബാഗ് നിലത്തേക്ക് തെറിച്ചു വീഴാണ്. അതിന്റെ ഉള്ളിൽ ഒരു കുട്ടിയുടെ തല വില്ലന്റെ ടീമിലുണ്ടായിരുന്ന ഒരുത്തൻ കാണുന്നുണ്ട്. ഇവനിത് കണ്ടിട്ട് മറ്റുള്ളവരോട് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ബാഗിന്റെ ഓണർ അവനെ അവിടുന്ന് തള്ളി താഴേക്ക് ഇടുകയാണ്. ആ ഒരു ചേംബർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നല്ല ശക്തമായിട്ട് തന്നെ കുലുങ്ങുന്നുണ്ട്. എല്ലാവരും എങ്ങനെയൊക്കെയോ നാല് പാടും ചെതറി ഓടിയിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു ബഹളം കാരണം വാങ്ങും ഹീറോയിനും അതുപോലെ തന്നെ വില്ലനും അവന്റെ ടീമിലുണ്ടായിരുന്ന കുറച്ച് ആളുകളും ഈ രണ്ട് ടീമും തമ്മിൽ സ്പ്ലിറ്റ് ആയി പോവാണ്. ഇപ്പൊ ഹീറോയിനും വാങ്ങും കൂടിയിട്ട് മുന്നോട്ടേക്ക് തന്നെ നടക്കുന്നുണ്ട്. കുറച്ചു ദൂരം മുന്നോട്ടേക്ക് നടന്നു കഴിഞ്ഞപ്പോ അവിടെ വലിയൊരു പടുകൂറ്റൻ ശില്പം ഉണ്ടായിരുന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോ വാങ്ങ് ഇത് ആരുടെ ശില്പമാണ്, ഇത് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹീറോ പറയാണ് അത് ആ ഒരു ഡാങ് രാജാവിന്റെ ഭാര്യയുടെ ശില്പമാണ്. ഇവർ ഈ ഒരു പ്രതിമയെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ വില്ലനും ടീംസും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിനെ എങ്ങനെ അപ്പുറത്തെ സൈഡിലേക്ക് കിടക്കും എന്നിങ്ങനെ വില്ലൻ ചോദിക്കുകയാണ്. ഹീറോ ആ ഒരു ചേംബറിൽ വെച്ചിട്ട് ഒരു ഡ്രോയിങ് നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ, ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ കയറുകളെല്ലാം കെട്ടിയിട്ട് ഈ ഒരു സ്ഥലത്ത് കൂടെ ക്രോസ് ചെയ്യുന്നതിന്റെ ഒരു ചിത്രമായിരുന്നു അത്. ഹീറോ ഇപ്പോ ആ ഒരു കാര്യങ്ങളെല്ലാം വില്ലനോടും ടീംസിനോടും പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കയറുകളെല്ലാം ഈ ശില്പത്തിന്റെ മുകളിലേക്ക് തൂക്കിയിട്ട് ആ ഡ്രോയിങ്ങിൽ കണ്ട അതേ രീതിയിൽ ഇവര് അപ്പുറം കിടക്കാണ്. ഉള്ളിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് മറ്റൊരു ചേംബർ അവിടെ ഉണ്ടായിരുന്നു. ഹീറോ ഇപ്പോ അവന്റെ ഗോൾഡൻ കോമ്പസ് പുറത്തെടുക്കുന്നുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടന്ന് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. അകത്ത് എന്തെങ്കിലും ട്രാപ്പ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഹീറോയിൻ ഇപ്പോ ഒരു കല്ലെടുത്തിട്ട് ഈ ചേംബറിന്റെ ഉള്ളിലേക്ക് എറിയാണ്. എന്നാൽ അവിടെ പ്രത്യേകിച്ച് ട്രാപ്പുകൾ
ഗ്യാപ്പുകളൊന്നും ഇവർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ചേംബറിന്റെ ഒത്ത നടുവിലായിട്ട് ആ ഒരു കല്ലറ ഉണ്ടായിരുന്നു. അകത്തേക്ക് കയറി വന്ന സമയത്ത് ഹീറോയുടെ തലയിൽ ഒരു വെള്ളത്തിന്റെ തുള്ളി ഒന്ന് തട്ടുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഹീറോയ്ക്ക് ചെറിയൊരു ഡൗട്ട് അടിക്കുന്നുണ്ട്. ഇങ്ങനെ നനവുള്ള ഒരു പ്രദേശത്ത് എങ്ങനെയാണ് ഇവരൊരു കല്ലറ കെട്ടിയിട്ടുള്ളത്? അങ്ങനെ ഒരിക്കലും ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല എന്നിങ്ങനെ ഹീറോ പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വില്ലൻ പറയാണ്, നമുക്ക് അതെല്ലാം ആലോചിച്ചുകൊണ്ട് നിൽക്കാനായിട്ടുള്ള സമയമില്ല, എത്രയും പെട്ടെന്ന് ആ ഒരു പെട്ടി തുറക്ക്. ഹീറോയും ഇപ്പോൾ മുന്നോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടെ എഴുതി വെച്ചിട്ടുള്ള ഓരോ അക്ഷരങ്ങളും പ്രധാനപ്പെട്ടതാണ്, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ബാക്കോട്ട് നിൽക്ക്, ഞാൻ ശരിക്കും ആലോചിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഇവൻ നേരെ ആ ഒരു പെട്ടിയുടെ മുന്നിലേക്ക് പോയി നിൽക്കുകയാണ്. അത് നന്നായിട്ട് ഒബ്സർവ് ചെയ്ത സമയത്ത് ഈ പെട്ടിക്ക് ചുറ്റും ഒരു 8 സ്ലോട്ട് കാണുന്നുണ്ട്. ഹീറോ ഇപ്പോൾ ഇവർ ഇങ്ങോട്ടേക്ക് വന്നത് മുതലുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും ഇവർ നേരിട്ടിട്ടുള്ള ആ ഒരു ഗോസ്റ്റുകള്, ആ ഒരു പസിലുകള്, ആ കാര്യങ്ങളെല്ലാം ഇവൻ വീണ്ടും ഓർത്തെടുക്കുകയാണ്. ആ ഒരു കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ചേംബറിലുണ്ടായിരുന്ന പല അക്ഷരങ്ങളും ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചിട്ട് ഈ പെട്ടി തുറക്കാനായിട്ടുള്ള ചാവി അത് എവിടെയാന്നുള്ളത് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് ഇവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് ഈ ഒരു റൂം മുഴുവൻ തെരഞ്ഞിട്ട് ആ ഒരു ചാവി കണ്ടുപിടിക്കുന്നുണ്ട്. ഓരോരുത്തരും ഓരോ ചാവി എടുത്തിട്ട് കൃത്യമായിട്ട് ഈ ഒരു കല്ലറയുടെ മുകളിലേക്ക് പ്ലേസ് ചെയ്യാണ്. അതേസമയത്ത് തന്നെ ആ ഒരു പെട്ടിയിലുണ്ടായിരുന്ന ട്രാപ്പ് ഓപ്പൺ ആവുന്നുണ്ട്. പെട്ടിക്ക് ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്ന ആളുകൾ മുഴുവനും ആ ഒരു ട്രാപ്പിൽ പെടുകയാണ്. ഇത് കണ്ടിട്ട് ഷോക്കായിട്ടുള്ള നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ട്രാപ്പിന് നേരെ ഇവളുടെ കയ്യിലുണ്ടായിരുന്ന കത്തി വലിച്ചെറിഞ്ഞിട്ട് അതെങ്ങനെയൊക്കെയോ നിർത്തുന്നുണ്ട്. എന്നാൽ ആ ഒരു ബാഗ് ചുമന്നുകൊണ്ട് ഒരുത്തിന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലേ, അവൻ വീണ്ടും ആ ഒരു കത്തി അവിടെ നിന്ന് എടുത്തിട്ട് ഈ ട്രാപ്പ് വീണ്ടും ഓൺ ചെയ്യാണ്. ഇപ്പോഴാണ് അവന്റെ റിയൽ ആയിട്ടുള്ള ആ ഒരു ഉദ്ദേശം കാണിക്കുന്നത്. ഇവൻ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ബാഗിന്റെ ഉള്ളിൽ നിന്നും മരിച്ചുപോയിട്ടുള്ള ഒരു കുട്ടിയെ അവൻ പുറത്തെടുക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ വില്ലൻ പറയാണ്, നിന്റെ മരിച്ചുപോയിട്ടുള്ള കുട്ടീനൊക്കെ എന്തിനാ നീ ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് വന്നിട്ടുള്ളത്, നീ എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴാണ് ഇവൻ പറയുന്നത്, അതായത് ആ ഒരു ഡോങ് രാജാവിന്റെ ഭാര്യയില്ലേ, പുറത്ത് നമ്മൾ വലിയൊരു പ്രതിമ കണ്ടില്ലേ, ആ രാജാവ് ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ എന്തോ അസുഖം വന്ന് മരിച്ചുപോയിട്ടുണ്ട്. അതിനുശേഷം എന്തൊക്കെയോ ചടങ്ങുകൾ ചെയ്തിട്ട് രാജാവ് അദ്ദേഹത്തിന്റെ ഭാര്യയെ പുനർജീവിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കഥകളെല്ലാം വിശ്വസിച്ചിട്ട് അവന്റെ കുട്ടിയെ ഇവിടുന്ന് പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. ഇപ്പൊ വില്ലനും ഹീറോയും എല്ലാവരും ചേർന്ന് പറയുന്നുണ്ട്, എടാ മരിച്ച ആളുകളെ ഒന്നും തിരിച്ച് ജീവനോടെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല, അതൊക്കെ വെറും കെട്ടുകഥകൾ മാത്രമാണ്, നീ ദയവ് ചെയ്തിട്ട് ഇങ്ങനൊന്നും ചെയ്യരുതെന്ന് പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോ അവൻ പറയാണ്, തീർച്ചയായിട്ടും ഞാൻ ഒരു ചടങ്ങ് ചെയ്യും, എന്റെ കുട്ടി എനിക്ക് തിരിച്ചു വേണം, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരെയും ഞാൻ ബലി കൊടുക്കാൻ പോവാണ്. അവനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല, ഈ വില്ലന്റെ ഗ്യാങ്ങിലുണ്ടായിരുന്ന ഒരുത്തന്റെ തല തന്നെ അവൻ വെട്ടി നിലത്തിടുന്നുണ്ട്. തല വെട്ടിയ സമയത്ത് തന്നെ ഒരുപാട് രക്തം ഈ ഒരു ചേംബറിന്റെ അടിയിലുണ്ടായിരുന്ന നിലവറയിലേക്ക് പോവാണ്. അവിടെ ഒരുപാട് സോൾജേഴ്സിന്റെ ശില്പങ്ങൾ അങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ചില ക്രീച്ചേഴ്സും ഉണ്ടായിരുന്നു. അതെല്ലാം കൂടിയിട്ട് ആ ഒരു സോൾജേഴ്സിന്റെ പ്രതിമയുടെ മുകളിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. അതേപോലെ ഒരു ക്രീച്ചർ ഇവന്റെ കുട്ടിയുടെ മേത്തേക്കും കയറുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ക്രീച്ചർ ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് കയറിയതും ഇവന്റെ കാഴ്ചയിൽ മാത്രം ആ ഒരു കുട്ടി ജീവനോടെ ഉള്ളതുപോലെ കാണുകയാണ്. അവനിപ്പോ ഓടി വന്നിട്ട് ആ ഒരു കുട്ടിയെ എടുത്ത് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് അതിനിപ്പോ ഭയങ്കരമായിട്ട് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആ കുട്ടിയുടെ ദേഹത്ത് കയറിയിട്ടുണ്ടായിരുന്ന ആ ഒരു ക്രീച്ചർ അത് ഇവന്റെ ശരീരത്തിലേക്ക് വന്ന് കയറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവനിപ്പോ അവിടെ മരിച്ചു വീഴാണ്. അത് മാത്രമല്ല താഴെ ഉണ്ടായിരുന്ന നിലവറയിൽ നിന്നും ഇപ്പൊ ആ ഒരു സോൾജേഴ്സ് എല്ലാം മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതുങ്ങളെല്ലാം കൂടിയിട്ട് ഇവരെ ആക്രമിക്കുകയാണ്. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആയുധങ്ങൾ മുഴുവൻ എടുത്തിട്ട് ഈ സോൾജേഴ്സിന്റെ അടുത്ത് ഫൈറ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഗണ്ണെടുത്തിട്ട് ഷൂട്ട് ചെയ്തിട്ടോ വാള് വെച്ച് വെട്ടിയിട്ടോ ആ ഒരു സോൾജേഴ്സ് അനങ്ങുന്നുണ്ടായിരുന്നില്ല. ഇപ്പോ വില്ലനെ കൊല്ലാനായിട്ട് ഒരു സോൾജർ അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നുണ്ട്. ഇതിനിടയിലേക്ക് ഇവന്റെ ടീമിലുണ്ടായിരുന്ന ആ ഒരു ലേഡി വന്ന് കയറുകയാണ്. അവള് വില്ലന്റെ കയ്യിൽ കിടന്നിട്ട് ഇപ്പൊ മരിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഇവരുടെ ടീമിലുണ്ടായിരുന്ന മറ്റൊരുത്തൻ അവനെ ഈ ഒരു സോൾജേഴ്സ് ഒരുപാട് വെട്ടാണ്. ആ സമയത്ത് പോലും അവൻ ഈ ഒരു സോൾജേഴ്സിനെ പിടിച്ചു വെച്ചിട്ട് നമ്മുടെ വില്ലന്റെ അടുത്ത് ഇവിടുന്ന് പുറത്തേക്ക് പോകും, ഇവിടുന്ന് രക്ഷപ്പെടുന്നൊക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ വില്ലനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അവന്റെ വാള് വെച്ചിട്ട് ഇപ്പോ ഒരുപാട് സോൾജേഴ്സിനെ നിരത്തി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ആ ഒരു സോൾജേഴ്സിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു ഗ്യാപ്പില് നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ വാങ്ങു കൂടിയിട്ട് ആ ഒരു ചേംബറിൽ നിന്നും പുറത്ത് കിടക്കുകയാണ്. ഇവര് പുറത്ത് കിടന്ന അതേ സമയത്ത് തന്നെ വില്ലൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോംബ് പുറത്തെടുക്കുന്നുണ്ട്. ഞാൻ മരിച്ചാലും വേണ്ടില്ല ഇവരെ എല്ലാവരെയും കൊല്ലുന്നുള്ള രീതിയിൽ അവൻ ആ ഒരു ബോംബ് ഓണാക്കുകയാണ്. അതിപ്പോ എക്സ്പ്ലോഡ് ആയിട്ട് നമ്മുടെ വില്ലനും അതുപോലെ തന്നെ ആ ഒരു ക്രീച്ചേഴ്സ് മുഴുവനും അവിടെ മരിച്ചു വീഴാണ്. ഇപ്പോ നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ വാങ്ങും കൂടിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഇവരെ ഗ്രാമത്തിലെത്തിയിട്ടുണ്ട്. ഇതിനിടയിൽ വാങ്ങു ചോദിക്കുകയാണ്, എടാ ഇവള് തേടി വന്നിട്ടുള്ള ആ ഒരു മരുന്ന് ഇവൾക്ക് കിട്ടിയിട്ടില്ലല്ലോ, ഇവളെയും ഇവളുടെ ട്രൈബിനെയും വീണ്ടും ആളുകള് പഴയ കണ്ണിൽ തന്നെയല്ലേ കാണുള്ളൂ, അതിനെങ്ങനെ ചേഞ്ച് ചെയ്യുക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ഹീറോ പറയാണ്, നമ്മൾ നന്നായിട്ട് ജീവിക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മളെ നോക്കി കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മാറേണ്ടത് നമ്മളല്ല, നമ്മളെ പറ്റിയിട്ട് നെഗറ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവരെയാണ് നമ്മൾ മാറ്റേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവളുടെ കണ്ണോ മാറ്റേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വെച്ചുകൊണ്ട് സിനിമ വിളിച്ചിട്ട് കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് നോക്കാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.